അങ്ങനെ വാട്ടർ മൂസൻ്റെ യാത്ര തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ കൊച്ചിയിലെത്തി നിൽക്കുക. നമ്മൾ അറബിക്കടലിൻ്റെ റാണീൻ്റെ അടുത്ത്. എന്തൊരു മൊഞ്ചാണ് അങ്ങോട്ട് നോക്കി നിങ്ങൾ. കൊച്ചി കായലൊക്കെ കാണുന്നുണ്ടല്ലേ. പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് കൊച്ചിയിലും. ഒക്കെ നല്ല ഉസാര ആൾക്കാരാണ്. നമ്മുടെ ഹൈബി ഈഡനും നമ്മുടെ രാജീവേട്ടനും അൽഫോൺസ് കണ്ണന്താനും ഒക്കെ തന്നെ പോലെ മത്സരം. നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് നിലപാടെന്ന്. കഴിവുള്ളവർ തന്നെ എല്ലാവരും. പക്ഷേ ജയിക്കണമെങ്കിൽ നമ്മുടെ ജനങ്ങളെ വോട്ട് തന്നെ വേണമല്ലോ. അത് ആർക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം എല്ലാവർക്കും. വീണ്ടും ഒരു ഇലക്ഷൻ വന്നെത്തിയിരിക്കുകയാണ്. നമ്മളൊരു യാത്ര തുടങ്ങിയ തിരുവനന്തപുരത്തും കൂടെ യാത്ര തുടങ്ങിയാണ്. ജനങ്ങളുടെ പൾസ് അറിയാമെന്നാണ്. ജനങ്ങളുടെ പൾസ് അറിയണം നമുക്ക്. അപ്പോൾ എന്താണ് കൊച്ചിയിലെ നിലപാട്? കൊച്ചിയിൽ ആരും കൊണ്ടുപോകും? കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥി ഹൈബീഡൻ കൊണ്ടുപോകും. എന്തോത്ര ഉറപ്പ് നിങ്ങൾക്ക്? കൊച്ചിയിൽ പൾസ് ഒന്നും അറിയാനില്ല. അത് ഹൈബീഡൻ തന്നെയാണ്. എന്തോത്ര ഉറപ്പ്? അത് ഉറപ്പാണ്. ഹൈബി അങ്ങനെ കോൺഗ്രസിന്റെ ആളായിട്ട് വന്ന അല്ല ഞാൻ ചോദിക്കട്ടെ, ആ കഴിവ് മതിയില്ല. കൊച്ചിയിൽ വന്ന് നോക്കി ഇന്ന് കാണുന്ന വികസനമൊക്കെ ഹൈബീഡ് എന്തൊക്കെ വികസനങ്ങൾ ഉണ്ടാക്കി ഹൈബീഡൻ അവിടെ? നിങ്ങൾ പറയും. അവിടെ എന്താ ഇല്ലാത്ത? എന്തൊക്കെയാ പഴയ കൊച്ചിയാണോ അത്? അല്ല പഴയ കൊച്ചിയല്ല, മെട്രോ വന്നതിന് ശേഷം കൊച്ചി മാറിയില്ലേ? കൊച്ചി മാറിയില്ലേ? അപ്പൊ കൊച്ചി മാറിയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും, ആരോഗ്യ മേഖലയിൽ വികസനമില്ലേ? ജനറൽ ഹോസ്പിറ്റലിൽ നോക്കും നിങ്ങൾ. ഇന്ന് ഡയാലിസിസ് ആൾക്കാർ എന്തോരം വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ വിദ്യാപോഷണി പരിപാടികള് എല്ലാ രംഗത്തും ഹൈബി നന്നായിട്ട് ഈ സമൂഹത്തെ അതുപോലെ കൊണ്ടുപോയി. അത് തന്നെയല്ല, കുടുംബത്തെ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അമ്മമാരുടെ ഹൃദയത്തിലെ ഇന്ന് ഹൈബി. കാരണം എന്താന്ന് വെച്ചാ ഹൈബി 4 വയസ്സിൽ അമ്മയില്ലാണ്ടായില്ല, നഷ്ടപ്പെട്ടതാണ്. പിന്നെ അപ്പൻ നോക്കി അതുപോലെ അമ്മമാരുടെ എറണാകുളം കൊച്ചിയിലുള്ള സർവ്വ അമ്മമാരും ഹൈബിയുടെ അമ്മയായിട്ട് ഹൈബി കാണും. അപ്പന്റെ ഒരു പാരമ്പര്യമുണ്ട് മോനെ. അപ്പന്റെ പാരമ്പര്യമുണ്ട്. അതുപോലെ കോൺഗ്രസ് എന്താന്ന് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഹൈബിയുടെ. ഈ രാജീവേട്ടന്റെ കാലം എന്താ? ഇത്തവണ ഇടതുപക്ഷം ജയിക്കും. കോട്ട പൊട്ടിച്ചുകൊണ്ട് ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിൽ രാജീവ് ജയിക്കുന്ന സ്ഥിതി ഉണ്ടാകും. ആണോ? കഴിഞ്ഞ 6 വർഷ കാലയളവിനകത്ത് രാജ്യസഭയിൽ ഇരുന്നപ്പോ രാജ്യസഭ എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് വളരെ ഫലപ്രദമായി കണ്ടെത്തി നടപ്പിലാക്കിയ ആളാണ് സഖാവ് രാജീവ്. ഇവർ സൂചിപ്പിച്ചല്ലോ, എറണാകുളം ജനറൽ ആശുപത്രിക്കകത്ത് ഈ പറയുന്ന ഉച്ചഭക്ഷണ പദ്ധതിയും ലീനിയർ ആക്സിലറേറ്റർ ഉൾപ്പെടെയുള്ള റേഡിയേഷൻ സംവിധാനങ്ങൾ അതെല്ലാം കൊണ്ടുവരുന്നതിന് വടക്കേന്ത്യയിൽ നിന്നുള്ള സച്ചിൻ തെണ്ടുൽക്കറെ പോലും കണ്ടുകൊണ്ട് ഫണ്ട് അനുവദിപ്പിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ച് ഈ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാക്കി മാറ്റി. സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കുന്ന ആശുപത്രിയായിട്ട് നമ്മുടെ ആശുപത്രിയെ മാറ്റിയതിനകത്ത് രാജീവിന്റെ പങ്കുണ്ട്. അത് ചെറുതല്ല. അത് മാത്രമല്ല, ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവർ കാലാകാലങ്ങളായി കോൺഗ്രസ് ജയിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ പറയുന്ന പറവൂര് മൂത്തൂന്ന മുതൽ എടപ്പള്ളി വരെയുള്ള ഹൈവേ, എന്താണ് ഹൈവേയുടെ സ്ഥിതി? 35 കൊല്ലമായിട്ട് ഭൂമി ഏറ്റെടുത്തേക്കാണ്. കേന്ദ്രമന്ത്രിയായിട്ട് MP ആയിട്ട് കോൺഗ്രസ് കേരളവും കേന്ദ്രവും ഒക്കെ ഭരിച്ചിരുന്ന സമയത്ത് എന്തിനാ പണിയാതിരുന്നത്? 100-പരം ചെറുപ്പക്കാർ ഈ റോഡിനകത്ത് വീണ് മരണപ്പെടുന്ന സ്ഥിതി ഉണ്ടായത് ഇതേ ഹൈവേയിലല്ലേ? എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? അതാണ് വികസനത്തിനകത്തൊന്നും ചെയ്യുന്നില്ല. മറ്റൊന്ന്, ഈ കൊച്ചിയുടെ സ്ഥിതി നമ്മൾ കണ്ടതാണല്ലോ വാർത്തയിലെല്ലാം. മാലിന്യപ്പുക, വിഷപ്പുക വന്നത് കണ്ടതാണല്ലോ. ഇവിടെയാണ് ഏറ്റവും വലിയ വിഷപ്പുക ഉള്ള സ്ഥലമായി മാറി. എന്താണ് ഈ എറണാകുളം ജില്ലയിലെ ഈ പറയുന്ന മേയറും അതുപോലെ തന്നെ ഭരണവും ചെയ്യുന്നത്? എറണാകുളം മണ്ഡലമാണത്. ഈ പുകയൊന്ന് മാറ്റാൻ വികസന പ്രവർത്തനങ്ങള് ഹൈബിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വികസനം മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു പ്രളയമുണ്ട്. ഇന്നും 10,000 രൂപ കിട്ടാതെ ആളുകൾ നെട്ടോട്ടോട് എവിടെയൊക്കെ പോണ്? വില്ലേജിൽ പോവും, പഞ്ചായത്തിൽ വരും, കളക്ടറേറ്റിൽ പോവും, താലൂക്ക് ഓഫീസിൽ പോവും. ഞങ്ങള് ജനപ്രതിനിധികൾ രാവിലെ കാണുന്നത് കണ്ണീരാണ്. എറണാകുളത്ത് കളക്ടറേറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ ഓഫീസർ പറയുന്നത് അവിടെയും ആളുകൾക്ക് കണ്ണീരാണ്. പ്രളയം കഴിഞ്ഞാൽ 5 മാസമായി. 5 മാസമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല എന്നല്ല, കുറെ ആളുകൾ നല്ല നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. ആദ്യം 10,000 കൊടുത്തപ്പോ ഇവര് പറഞ്ഞ് ഒന്നും കിട്ടൂല, ഇനി ഒന്നും കിട്ടാൻ പോലെന്ന് പറഞ്ഞു. 10,000 കഴിഞ്ഞപ്പോ വീട് തകർന്ന ആളുകൾക്ക് വില്ലേജ് ഓഫീസ് വഴി ആദ്യഘട്ട 95,000 രൂപ ഉൾപ്പെടെ, അതുപോലെ തന്നെ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ വഴി
ഇത്രയും നാള് 2 ലക്ഷം വരുന്ന വീട് പണിയാൻ കൊടുത്തിരുന്നെങ്കിൽ 4 ലക്ഷം രൂപ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. 2000 വീടുകളാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ വഴി പണിയുന്നത്. അത് മാത്രമല്ല, ലൈഫിന്റെ ഭാഗമായിട്ട് വീട് പണിയാൻ കാശ് കൊടുത്തവർക്ക് വളരെ പെട്ടെന്ന് ഇപ്പൊ കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈഫിന്റെ കാര്യം പറഞ്ഞില്ലേ, ലൈഫ് മിഷന്റെ കാര്യം പറഞ്ഞു. ലൈഫ് മിഷൻ ആരാ പൈസ കൊടുക്കുന്നത്? വരാപ്പുഴ എല്ലാ പഞ്ചായത്തും എവിടെ പ്ലാൻ ഫണ്ടിന്ന് ലൈഫിന് മാത്രമായിട്ട് പൈസ പഞ്ചായത്തുകൾക്ക് അനുവദിച്ചിട്ടില്ല. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 200 അപേക്ഷ പഞ്ചായത്തിൽ ഇപ്പുണ്ട്. 10,000 പോലും കിട്ടാത്ത 200 അപേക്ഷ വരാപ്പുഴ പഞ്ചായത്തിലും മുട്ടിനകത്ത് 5-ാം വാർഡിലെ ആളുകൾ അപേക്ഷ കൊണ്ട് മെമ്പർമാരെ കൊടുക്കുകയാണ്. എന്റെ ഇന്നലെ 80 അപേക്ഷ കിട്ടിയിട്ടുണ്ട്. 250 അപേക്ഷകർക്ക് പൈസ കിട്ടാതെ ഈ പഞ്ചായത്തിലുണ്ട്. ഇതാരാ കൊടുക്കണ്ടേ? വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ, വെള്ളം കയറിയിട്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത ആളുകൾക്ക് 10,000 രൂപ. ഒരു പരിക്കും പറ്റാത്ത 2 നില വീടിന് 1.5 ലക്ഷം, 2.5 ലക്ഷം. ഇപ്പൊ കളക്ടർ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പൈസക്ക് തിരിച്ചു പിടിക്കുന്നു. അപ്പൊ കിട്ടാത്ത ആളുകൾ ഒരു ഭാഗത്ത്, കിട്ടിയ ആളുകളുടെ പൈസ തിരിച്ചു പിടിക്കുന്നു വേറൊരു ഭാഗത്ത്. ജനം മൊത്തം ഈ പ്രളയം വന്നതിന് ശേഷം പ്രളയം അത് പ്രകൃതിയുടെ പ്രളയമായിരുന്നോ? പിന്നെ പ്രകൃതിയല്ലേ? പ്രളയം ചോദിച്ചു മേടിച്ചതാണ്. പ്രളയം മനുഷ്യനുണ്ടാക്കിയാന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് പ്രളയം, ഇന്ന നാട്ടിൽ കോഴിക്കോട് പ്രളയം വന്നിട്ട് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ഏത് ഡാമ തുറന്നിട്ടെങ്കിൽ കേരളത്തിലെ 35 ഡാമും തുറന്നു, ഒറ്റയടിക്ക് 37 ഡാമും തുറന്നു. കോഴിക്കോട്, നിലമ്പൂർ, മലപ്പുറം കടലിൽ എവിടെ കാരണമായിട്ടാണ് മഴ പെയ്യുന്നത് ചോദിച്ചില്ലേ? അതേമാതിരിയാണ് കോഴിക്കോട്. എങ്ങനെ സർക്കാർ നിർമ്മിത പ്രളയമായിരുന്നല്ലേ ആ കാലത്തിൽ ഇവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സംവിധാനങ്ങളും പരാജയമായ സമയത്ത് ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ഹൈബീഡനും VD സൈസിൻ MLA അടക്കമുള്ളവരാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു പോയത്. ഇപ്പൊ ഈ ഞാൻ ഉദ്ദേശിക്കുന്ന ലൈഫിന്റെ ഭവനോദ്ധതിയാണ്. ലൈഫിന്റെ ഭവനോദ്ധതിയിൽ വീടുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ തറ ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഷെഡിൽ താമസിക്കുന്നവരായിരിക്കണം. വീട് എത്ര ജീർണാവസ്ഥയിലാണെങ്കിലും അയാൾക്കൊരു വീട് അനുവദിക്കുന്നതല്ല. ഈ വീടുകൾ ജീർണാവസ്ഥയിലായ വീടുകൾ പൊളിച്ചു പണിയാനുള്ള ലൈഫ് ഭവനോദ്ധതി വേണ്ടത്. അല്ലാണ്ട് തകർന്നു നിൽക്കുന്ന വീടുകൾ നിലം പൊത്തിയതിന് ശേഷം ആർക്കുള്ള വീട് പണിയാൻ മരിക്കുന്നതിന് മുമ്പാണ് ജീവൻ കൊടുക്കേണ്ടത്. കൊടുക്കേണ്ട സമയത്ത് നിലം പൊത്താൻ കാത്തു നിൽക്കുന്നത് പമ്പര വിട്ടിത്തോണ്. അത്തരം രീതിയിലുള്ള ഈ ലൈഫിന്റെ ഭവനോദ്ധതിയിലുള്ള മാനദണ്ഡങ്ങളൊക്കെ പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റേണ്ടതാണ്. അല്ലാതെ ലൈഫിന്റെ ഭവനോദ്ധതിയിൽ ഇപ്പോ ഇവിടെ തന്നെ 200 ചില അപേക്ഷകൾ വന്നിട്ട് ഇപ്പൊ വളരെ 20 പേരിൽ 11 പേർക്കാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കിട്ടാത്ത ആൾക്കാർക്ക് വീണ്ടും അപേക്ഷ കൊടുക്കാനുള്ള ഒരവസരം കൂടി സൃഷ്ടിച്ചു. അതിനുശേഷം വീട്ടിൽ അന്വേഷിക്കാൻ ആള് വരുമ്പോൾ അപ്പീൽ പോകാനുള്ള അവസരം കൊടുത്തു. ഇതെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്തു. ഇപ്പോഴും ഏപ്രിൽ 15-ാം തീയതി വരെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സമയം നീട്ടിയിട്ടുണ്ട്. ഏപ്രിൽ 15-ാം തീയതി അതിനുശേഷം വീണ്ടും പരാതി പരിഹരിക്കും. മുഴുവൻ പേർക്കും, കേരളത്തിൽ ഇത് അനുഭവിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും ഓരോ അമ്മമാര് ചങ്ക് പൊട്ടിക്കറിയണത്. നോക്ക്, എത്ര വീടുകളിൽ പോയിട്ട് 10 പൈസ അവർക്ക് കിട്ടിയില്ല. ഇന്നും കൂടി 2 പേര് 60,000 കിട്ടി. ഒരർഹിക്കാതെ കണ്ട് ഇങ്ങനെ കൊടുത്തു. അന്താരാഷ്ട്ര നിലവാരമുള്ളതാക്കിയത് സഖാവ് പിണറായിയുടെ ഗവൺമെന്റ് ആണ്. ഈ പറവൂരിൽ ഇപ്പോ ഡയാലിസിസ് സെന്റർ തുടങ്ങിയത് ആശുപത്രിക്കകത്ത്. നല്ല ഡോക്ടർമാർ 24 മണിക്കൂറുള്ള ആശുപത്രികളായിട്ട് മാറി. എറണാകുളം ജനറൽ ആശുപത്രിയും ആലുവ ആശുപത്രിക്കകത്തും പറവൂരിലെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി ഉൾപ്പെടെ ആശുപത്രികൾക്ക് MLA ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ അവകാശവും അതിന്റെ
കഴിഞ്ഞ UDF ഭരണത്തിനകത്താണ് പറവൂർ ആശുപത്രിക്കകത്ത് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പൊളിഞ്ഞു വീണിട്ട് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് പ്രസവിച്ചു കിടന്ന അമ്മ ഓടിയത് ഇതേ പറവൂരിലാണ്. അവിടെയാണ് നല്ല ആശുപത്രി ഉണ്ടാക്കിയത്. അതാണ് നിലപാട്. ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് അവന്റെ ജീവനും സ്വത്തിനും അവകാശം ഇത് കൊടുക്കല സംരക്ഷണം. എത്ര പയ്യന്മാരെ ഇവര് കൊന്നു ചുട്ടു കൊന്നു. ഇതൊക്കെ ആരാണ്? ഇത് എന്ത് വികസനം? ആള് വേണ്ടേ? ആദ്യം വികസനം വേണ്ട. വികസനത്തിന് ആള് വേണം. പയ്യൻ മരിച്ചറിയാമോ? എങ്ങനെ അതെന്താണ് ചോദ്യാണ്. ഓഫീസിന്റെ ബാക്കില് ഒരു കുളത്തിനകത്ത് ഒരു പെണ്ണ് രാധ എന്ന് പറയുന്ന പെണ്ണിന്റെ ചാക്കി കെട്ടി. ഒറ്റ മിനിറ്റ് ഒന്ന് പരിഹരിക്കാം. ഒറ്റ മിനിറ്റ്. അല്ല, നമ്മുടെ കണ്ണന്താനത്തിന്റെ സ്ഥിതി എന്താ അവിടെ? കാര്യവും BJP-യുടെ കാര്യവും കോൺഗ്രസിനോട് ചോദിച്ചത്. കാരണം കോൺഗ്രസ് ആയിട്ട് കളിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഹൈബീഡൻ ജയിച്ചാൽ തന്നെ സ്വാഭാവികമായിട്ടും BJP-യിലേക്ക് പോകും. BJP-യിൽ മത്സരിക്കുന്ന അൽഫോൺസ് കണ്ണന്താനം BJP-ക്ക് എങ്ങനെ പാർലമെന്റിൽ അംഗത്വം വർദ്ധിപ്പിക്കാൻ പറ്റും? അതാണ് ഇന്ന് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അരിവാളം കിട്ടിയാൽ ആദ്യമായിട്ട് ജയിച്ചതാണ് ലോക്സഭയിലേക്ക് വന്നിട്ട്. പിന്നെ മത്സരിച്ചത് താമരയിലാണ്. ഇവിടെ കൊല്ലത്ത് ജയിച്ച എസ് കൃഷ്ണകുമാർ 3 തവണ MP ആയതാണ്. അയാൾ 4ാം തവണ BJP സ്ഥാനാർത്ഥിയായിട്ട് കൊല്ലത്ത് മത്സരിച്ചതാണ്. രാഹുൽ ഗാന്ധിയും നമ്മുടെ നരേന്ദ്രമോദിയായിട്ടാണ് മത്സരം. നരേന്ദ്രമോദി മത്സരിക്കുന്നുണ്ട്. ആ UP-യിൽ നിന്നാണ് ഒളിച്ചോടി വയനാട്ടിൽ ജയിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഇവിടുന്ന് മത്സരിക്കുന്ന ഈ ശ്രീ രാജീവ് ഇവിടുന്ന് ജയിച്ചെന്നിരിക്കട്ടെ, അദ്ദേഹം അവിടെ ആർക്ക് വേണ്ടിയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്? ആദ്യ കോൺഗ്രസിന് വിശ്വസിക്കാൻ പറ്റുന്നവര് വേണമെങ്കിൽ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസിന് പോലും ഉറച്ചു വിശ്വസിക്കാവുന്ന MP-മാര് ഇടതുപക്ഷത്തിന്റെയാണ്. പിടിച്ചിരിക്കാണ് പോലെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ വരുമ്പോ രാഹുലിന്റെ അച്ഛനെ വിളിക്കും. കേരളം കഴിഞ്ഞ മറ്റു സംസ്ഥാനങ്ങളിൽ ചിലപ്പോ അമ്മേനെ കൂട്ടുപിടിച്ച് വോട്ടും പിടിക്കും. വോട്ട് പിടിക്കാനായിട്ട് വന്നത് രാഹുൽ ഗാന്ധി. വയനാട്ടിൽ വരുമ്പോ CPI-ക്കെതിരെ മത്സരിക്കണേ രാഹുൽ ഗാന്ധി. എത്ര മന്ത്രിമാരുണ്ട്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രം മത്സരിക്കുന്നുള്ളെങ്കിൽ BJP-നെ പേടിച്ചു വന്നാന്ന് പറയാം. ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നുണ്ട്. 2004 ഈ രാജ്യത്ത് UPA ഗവൺമെന്റ് എങ്ങനെയുണ്ടായി? ഇടതുപക്ഷം പിന്തുണ കൊടുത്ത 61 MP-മാരുമായി പോയി പിന്തുണ കൊടുത്ത് ഏതെങ്കിലും എന്താണ് ആ ഗവൺമെന്റിന്റെ നേട്ടം നമുക്ക് അറിഞ്ഞൂടെ? തൊഴിലുറപ്പ്, വിവരാവകാശം. ചാനലാര് കൃത്യമായിട്ട് പോയെന്ന് ചോദിക്കാണ്. BJP പോകുമോ? ഒരു ഇടതുപക്ഷത്തിന്റെ എംപിനോട് ചോദിച്ച MP എന്തായിരിക്കും പറയണത്? അല്ലെങ്കിൽ കരുണാകരന് സീറ്റ് കിട്ടിയില്ല ചോദിക്കാനുള്ള ബോധം പോലും ഉണ്ടാവില്ല. തോമസ് എന്നോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ചോദിക്കാനായിട്ട് കോൺഗ്രസിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഹൈബീഡൻ ഇവിടെ വിജയിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടത്തിക്കും? കൊച്ചിക്ക് വേണ്ടി എന്തൊക്കെ വോട്ടിന്റെ മകൾ 1 ലക്ഷം അയാൾ താഴെയില്ല. 1 ലക്ഷം കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ ഇലക്ഷന് 4916 വോട്ട് ലീഡുള്ള പോണത് വരാപ്പുഴയില്. വെറും 23,000 വോട്ട് മാത്രം. എന്താ അറിയോ, നിഷ്പക്ഷമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹൈബീഡൻ ജയിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കേന്ദ്ര ഗവൺമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും നല്ല പടയാളിയായിട്ട് ഹൈബീഡൻ അത് ശരി. കൊച്ചിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു?
ഇപ്പൊ പാലങ്ങള് ഏതാണ് ചെയ്യുന്ന ഒരു പാലം ഇതിനൊക്കെ ഹൈബിയിടം ജയിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഒരാമ്പിള്ളേരും പുഴയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ഇവരൊക്കെ കളിയാക്കണ കിഫ്ബിന്ന് 16 കോടി ഈ കേരള സർക്കാർ കൊടുത്തിരിക്കുകയാണ്. അതാണ് മാറ്റം. അതാണ് മാറ്റം. എന്താണ് നമ്മുടെ മെട്രോന്റെ സ്ഥിതി എന്താ? മെട്രോ ഇപ്പൊ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ? മെട്രോ പണി പൂർത്തിയാകുമ്പോഴും മുഴുവൻ ലാഭം പറവൂര് ഒക്കെ എത്തുമ്പോഴേക്കും ഈ രാജ്യം ഈ ജില്ലയിൽ അല്ല, അങ്ങനെ ഒരു തോന്നലുണ്ട്. ഈ മെട്രോനെക്കാളും നല്ലത് കുറച്ച് മേൽപ്പാലങ്ങളായിരുന്നു ഒരു അഭിപ്രായമൊക്കെ വന്നിരുന്നു. വികസനങ്ങളൊന്നും വരില്ല. അതിന്റെ സപ്പോർട്ട് മെട്രോ വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഈ മെട്രോന്റെ ബാക്കിയുള്ള പണി എന്ന് തീർന്നു. ഇപ്പോഴത്തെ സർക്കാർ മെട്രോ നടക്കാൻ മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ 10 രൂപ കൊടുത്താൽ മെട്രോ കൊണ്ടല്ല ഇവിടെ കെ വി തോമസ് വർഷങ്ങളായിട്ട് ഭരിക്കുന്നു. 84 ഭരിക്കുന്നു. വി ഡി സതീശൻ MLA പറവൂര് MLA. ഇവിടുത്തെ ഈ മാലിന്യ കൂമ്പാരം മാർക്കറ്റിനകത്ത് അതിനൊരു പരിഹാരം വേണം. എന്തുകൊണ്ട് കൊച്ചിയിലാണ് ഏറ്റവും വലിയ ഒരു കോടി രൂപ പ്ലാന്റ് പണിയാൻ അനുവാദം കിട്ടാനുണ്ട്. തിരുവനന്തപുരത്തും ചുറ്റുമിറ്റിലും ഓടി 6 മാസമായി താഴ്ന്നു. ഒരു ഉദ്യോഗസ്ഥർക്കും ജില്ലാ പഞ്ചായത്തിൽ ഷീബ ജോസ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ മെമ്പറായിരിക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പറല്ല, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ. നിർമ്മൽ പുരസ്കാർ ചെന്നിട്ട് 11 ലക്ഷം രൂപ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന് വേണ്ടി അനുവദിച്ചപ്പോ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് മുടക്കിയ ആൾക്കാരാണ് ഇവര്. ഇന്നിപ്പോ അതിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിനും വി ഡി സതീശൻ MLA എന്നിട്ട് പറയും മാലിന്യ പ്ലാന്റിന് ഇത്ര രൂപ പറയും. ഇപ്പൊ എന്താ വെച്ചേക്കെന്ന് വെച്ചാൽ മാലിന്യം കാണാതിരിക്കാൻ വേണ്ടി കെട്ടിവെച്ചേക്കാണ്. ഇവർക്കൊന്നും പറയാനില്ല. കേവലം 10-15 ഹൈ മാസ്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും ചെയ്യണ വികസന പ്രവർത്തനം സ്വന്തമായിട്ട് പറഞ്ഞു നടക്കാൻ അവർ മിടുക്കന്മാരാ. ഇവിടെ ഷീബി ഒന്നും വരാപ്പുഴ പഞ്ചായത്തിന് 10 പൈസയും കൊടുത്തില്ല. ആരോഗ്യരംഗത്ത് മാലിന്യ പ്രശ്നങ്ങൾ കൊച്ചിക്ക് ഉണ്ടാവില്ല. ഈ കോർപ്പറേഷൻ പരാജയപ്പെട്ട പോലെ മാലിന്യ സംസ്കരണത്തിന് കൊച്ചി കോർപ്പറേഷൻ പരാജയപ്പെട്ട പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല. രാജീവേട്ടൻ അത് കൃത്യമായിട്ട് നടപ്പിലാക്കും. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ രാജീവേട്ടൻ MP നടപ്പിലാക്കും. 3 വർഷം LDF ഇവിടെ ഭരിക്കുന്നത്. കൊച്ചിയിലെ മാലിന്യം കോർപ്പറേഷന് മാത്രം ഉത്തരവാദിത്വമല്ല, കേരളം ഭരിക്കുന്ന സർക്കാരിനുണ്ട്. UDF ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് പഞ്ചായത്തുകൾക്ക് മാലിന്യ സംസ്കരണത്തിന് പ്ലാൻ ഫണ്ട് വെക്കാമായിരുന്നു. സബ്സിഡി 90% സബ്സിഡി UDF ഗവൺമെന്റ് ഇരിക്കും. ഇപ്പോ 50%. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ തോടുകളെല്ലാം ആഴം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ളവ മേടിക്കാനായിട്ട് അനുമതി കൊടുത്ത് മേടിച്ച് തൊട്ടടുത്ത് കോട്ടോളി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവ തോടുകളുടെ ആഴം കൂട്ടിയാണ്. അത് ഈ പൈസ വെക്കാഞ്ഞിട്ടാണ്. പൈസ വെച്ച് പദ്ധതി നടപ്പിലാക്കിയാണ്. പക്ഷെ ഇവിടെ ആലങ്ങാട് പഞ്ചായത്തുണ്ട്.
തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളൊക്കെ ഉണ്ടല്ലോ, എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത്. സംസ്കരണത്തിന് ജില്ലാ പഞ്ചായത്തില് 1 കോടി രൂപയുടെ മാർക്കറ്റിലെ പ്ലാന് ടെൻഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മള് ഈ പഞ്ചായത്തില് പ്ലാസ്റ്റിക് ഇവര് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് എടുത്തിട്ട് പൊടിക്കാനും അത് ബെയിൽ ചെയ്യാനായിട്ടുള്ള നടപടിയും കഴിഞ്ഞ് ടെന്റിന്റെ പണിയും കഴിഞ്ഞ് സമീപ പഞ്ചായത്തിൽ LDF ഭരിക്കുന്ന എവിടെ മാലിന്യ പ്ലാൻ ഉണ്ട്, എവിടെ പ്ലാസ്റ്റിക് പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കണേണ്. അവിടെ ഇത് ആരംഭിച്ച് പണിയും കഴിഞ്ഞ് പ്ലാസ്റ്റിക് കൊടുത്തു തുടങ്ങി. വരാപ്പുഴയുടെ വേസ്റ്റ് കൊണ്ട് ഏലൂർ നഗരസഭയുടെ ഭാഗത്ത് തട്ടിയിട്ട് അവര് സമരം ചെയ്ത് പഞ്ചായത്ത് മാർക്കറ്റിൽ ലേലം വിളിക്കുമ്പോ അടുത്തൊരു എഗ്രിമെന്റ് ഉണ്ട്. ലേലം വിളിക്കണവൻ മാർക്കറ്റിൽ വേസ്റ്റ് കൊണ്ടുവരും പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിൽ ലേലം വിളിക്കുന്നവൻ നോക്കിക്കൊള്ളുന്നു. പഞ്ചായത്തായിട്ട് അത് കോരി കൊണ്ടുപോകണ പൈസ 1 രൂപ പോലെ പഞ്ചായത്ത്. പിന്നെ വേറൊരു കാര്യം ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും ഈ കൊച്ചിയിലെ ഗതാഗത കുരുക്ക് എങ്ങനെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ തൊട്ടപ്പുറത്താണ് FACT. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തോമസ് മാഷ് പറഞ്ഞു ഞങ്ങള് ഈ പറയുന്ന 1000 കോടി രൂപ FACT പുനർനിർമ്മിക്കാനായിട്ട് ഈ പാലത്തിന്റെ മുകളിൽ ബോർഡ് വെച്ചാണ്. ആ FACT ഇപ്പോഴും തകർച്ചയിലാണ്. ഇപ്പോഴും MP KV തോമസ് മാഷാണ്. എന്താണ് ചെയ്തത് പരിശോധിക്കണ്ടേ? HMT തകർന്ന് തൊട്ടടുത്ത് ഷിപ്പ് യാർഡ് വിറ്റ് പറയട്ടോ. ഹൈബീഡൻ 1 ലക്ഷം വോട്ടും ജയിക്കും എന്ന് പറയാനുള്ള കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ GST നോട്ട് നിരോധനം അടക്കം കേന്ദ്ര ഗവൺമെന്റ് ഇവിടുത്തെ സാധാരണക്കാര് കഷ്ടപ്പെടുകയാണ്. എന്താന്ന് വെച്ചാല് 2 പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഉത്തരവ് വന്നു 1 പെൻഷന് കൊടുക്കും. 1200 600 1200 കൊടുത്തത്. 1100 കൊടുക്കണുള്ളൂ. 1200 ഇന്ന് മുതൽ കൊടുത്തു തുടങ്ങി. പെൻഷൻ മൂന്ന് വർഷത്തിന് മുമ്പ് 1200 രൂപ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന ഒറ്റ കാര്യം, തൊഴിലാളികളുടെ പെൻഷൻ 5000 രൂപ വരെയൊക്കെയായി. 600 രൂപയായിട്ട് 11 മാസം കുടിശ്ശികയായിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോയത്. അവിടെ നിന്നാണ് ഇപ്പോ ഇന്ന് മുതൽ 1200 രൂപ 5 മാസത്തേക്കുള്ള കുടിശ്ശിക ഉൾപ്പെടെ 5600 രൂപ ഇന്ന് മുതൽ ഇവര് ഭരിക്കണ വരാപ്പുഴ ബാങ്ക് വിതരണം ചെയ്തു തുടങ്ങി. എന്നിട്ടാണ് ഈ പറയുന്നത് 5000 ചെത്തൊഴിലാളികളുടെ പെൻഷൻ അല്ല, ഈ പറയുന്ന പഞ്ചായത്ത് വഴി വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ. 3 വർഷം കൊണ്ട് ഇവിടുത്തെ മെട്രോന്റെ 99% പൂർത്തിയാക്കിയിട്ടാണ് UDF സർക്കാർ ഇറങ്ങിയത്. കാരണം നമ്മൾ കണ്ടാണല്ലോ ഈ മെട്രോന്റെ പണി ഏകദേശം ആദ്യഘട്ടത്തിൽ 2ാം ഘട്ടം 3ാം ഘട്ടം പൂർത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ സർക്കാർ വന്നിട്ട് ഈ മെട്രോന്റെ നിർമ്മാണം എത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ട് എറണാകുളത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഒറ്റ കാര്യം കൂടി നമുക്ക് അവസാന ഘട്ടത്തിലായി സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശബരിമല ഇഷ്യൂ ആരെ ബാധിക്കും? ഈ ഇലക്ഷൻ ശബരിമല വിഷയം ഒരു കാരണവശാലും കേരളത്തിനകത്ത് ഒരു ഇടതുപക്ഷത്തെ ഒരിക്കലും ബാധിക്കില്ല. ഒരുപാട് ആൾക്കാരുടെ മനസ്സിനുള്ളിൽ പ്രതിഷേധം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. കേരളത്തിൽ LDF സർക്കാരിന്റെ ശക്തമായിട്ട് അത് ബാധിക്കും. ഈ വരാപ്പുഴയിലെ ആളുകളെ തെളിവുണ്ട്. മെയ് മാസം റിസൾട്ട് വരുമ്പോ നമുക്ക് കാണാം. ഒന്നെങ്കിൽ BJPക്കെതിരെ എന്തെങ്കിലും ആരും വന്നില്ലല്ലോ പറയും.